വാഹന ഉടമകൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ളവർക്കും ആശ്വാസ വാർത്തയുമായി കേന്ദ്ര സർക്കാർ. നിലവിൽ 20 വർഷമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി 50 വയസ്സ് വരെ ഉയർത്താനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ളത്. നിർദ്ദേശം നടപ്പിലാവുന്ന ഘട്ടത്തിൽ അടിക്കടി ലൈസൻസ് പുതുക്കേണ്ടി വരുന്നതിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. റിപ്പോർട്ടുകൾ പ്രകാരം ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിലെ സേവനങ്ങൾ പരമാവധി ജനസൌഹൃദമാക്കാനാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത്. നിലവിലെ നിയമപ്രകാരം ലൈസൻസ് എടുത്ത് 20 വർഷം കഴിയുമ്പോൾ ലൈസൻസ് പുതുക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ 18 വയസ്സിൽ ലൈസൻസ് എടുത്ത ഒരാൾ 38 വയസ്സിൽ പുതുക്കണമെന്നർത്ഥം. നിലവിലെ മോട്ടോർ വാഹന നിയമപ്രകാരം നോൺ ട്രാൻസ്പോർട്ട്, അതായത് വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി 20 വർഷമാണ്. ലൈസൻസ് പുതുക്കുന്ന സമയത്ത് നിശ്ചിത ഫീസും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഉൾപ്പെടെയുള്ള രേഖകളും സമർപ്പിക്കണം. എന്നാൽ പുതിയ നിർദ്ദേശം നടപ്പിലായാൽ ഒരാൾക്ക് തന്റെ ജീവിത കാലയളവിൽ ഭൂരിഭാഗം സമയവും ലൈസൻസ് പുതുക്കൽ എന്ന പ്രക്രിയയെക്കുറിച്ച് ആകുലപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ്. അതേസമയം ലൈസൻസ് പുതുക്കൽ പ്രക്രിയയിലൂടെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പുകൾക്ക് ലഭിക്കുന്ന റവന്യൂ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്നാണ് ചില സംസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. സംസ്ഥാനങ്ങളുടെ ഈ ആശങ്കയിൽ വലിയ അടിസ്ഥാനമില്ലെന്നും ലൈസൻസ് കാലാവധി നീട്ടിയാലും സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ അത് ബാധിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കുമെന്നാണ് നിലവിൽ ഗതാഗത മന്ത്രാലയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി നീട്ടുന്നതിനൊപ്പം മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന സേവനങ്ങളും പൂർണ്ണമായും ഓൺലൈനാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. ഒന്ന്, വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റം. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഉടമസ്ഥാവകാശം മാറ്റുന്നതിനുള്ള നടപടികൾ ഇനി പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കും. ഇതിനായി RTO ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല. 2, പെർമിറ്റ് പുതുക്കൽ. വാണിജ്യ വാഹനങ്ങളുടെയും മറ്റ് പൊതുഗതാഗത വാഹനങ്ങളുടെയും പെർമിറ്റുകൾ പുതുക്കുന്നതിനുള്ള നടപടികൾ ഡിജിറ്റലൈസ് ചെയ്യും. ഇതിലൂടെ പേപ്പർ രേഖകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും ഇടനിലക്കാരുടെ ചൂഷണം പൂർണ്ണമായി ഇല്ലാതാക്കാനും സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ട്രാഫിക് നിയമലംഘകർക്ക് നെഗറ്റീവ് പോയിന്റ് സംവിധാനം കൊണ്ടുവരാനുള്ള ആലോചനയും കൂട്ടത്തിലുണ്ട്. ഓരോ ട്രാഫിക് നിയമലംഘനത്തിനും, ഉദാഹരണത്തിന് അമിതവേഗം, മദ്യപിച്ച് വണ്ടി ഓടിക്കൽ, റെഡ് ലൈറ്റ് ലംഘനം എന്നിവയിൽ ഏതെങ്കിലും നടന്നാൽ ഡ്രൈവർമാരുടെ ഡിജിറ്റൽ പ്രൊഫൈലിൽ നെഗറ്റീവ് പോയിന്റുകൾ രേഖപ്പെടുത്തും. ഈ നെഗറ്റീവ് പോയിന്റുകൾ ഒരു നിശ്ചിത പരിധി കടന്നാൽ ആ വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ഥിരമായി റദ്ദാക്കാനോ ഉള്ള അധികാരം ട്രാഫിക് പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും ഉണ്ടായിരിക്കും. ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ 50 വയസ്സ് വരെയുള്ള കാലാവധി ഉണ്ടെങ്കിൽ പോലും നിയമലംഘനം നടത്തുന്നവർക്ക് റോഡിൽ തുടരാൻ സാധിക്കില്ല. ഇത് അപകടങ്ങൾ കുറയ്ക്കാനും ഡ്രൈവർമാരിൽ കൂടുതൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കാനും സഹായിക്കും. ഇതെല്ലാമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇപ്പോൾ പ്രാരംഭ ചർച്ചകളുടെ ഘട്ടത്തിൽ മാത്രമാണ്. സംസ്ഥാന സർക്കാരുകൾ, ഗതാഗത വിദഗ്ധർ, പൊതുജനങ്ങൾ എന്നിവരിൽ